Good morning. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇതിൻ്റെ ഫിസിക്കൽ ഡേറ്റ ഓർഗനൈസേഷൻ എന്താണെന്നും ഇൻഡെക്സിങ് എന്തൊക്കെയാണെന്ന് നോക്കി. ഇൻഡെക്സിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും നോക്കി. ഇനി ഈ ഇൻഡെക്സിങ് ബേസ് ചെയ്ത് നമുക്ക് വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ഇത് നേരത്തെ പറഞ്ഞ കാര്യമാണ്, എത്ര നമ്പർ ഓഫ് ഇൻഡെക്സ് എൻട്രീസ് ആണ് നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് ഇൻഡെക്സിനകത്തും വരുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. പ്രൈമറി ഇൻഡെക്സ് ആണെങ്കിൽ എത്ര ബ്ലോക്സ് ഡേറ്റാ ബ്ലോക്സ് ഉണ്ടോ അത്രയും ഇൻഡെക്സ് എൻട്രീസ് ഉണ്ടാവും. ക്ലസ്റ്ററിങ് ആണെങ്കിൽ എത്ര ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ഉണ്ടോ അത്രയും ഇൻഡെക്സ് എൻട്രീസ് ഉണ്ടാവും. സെക്കൻഡറി ആകുമ്പോൾ കീ ആട്രിബ്യൂട്ട്സ് ആയാലോ നോൺ കീ ആട്രിബ്യൂട്ട്സ് ആയാലോ ഇൻഡയറക്ഷൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് റെക്കോർഡ്സ് ഉണ്ടോ അത്രയും തന്നെ ആട്രിബ്യൂട്ട്സും അത്രയും തന്നെ ഇൻഡെക്സ് എൻട്രീസും ഉണ്ടാവും. ഇനി ഇൻഡയറക്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എത്ര ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ഉണ്ടോ അത്രയും ഇൻഡെക്സ് എൻട്രീസും ഉണ്ടാവും. ഓക്കെ, ഇനി മൾട്ടി ലെവലിനകത്ത് നമ്മളെങ്ങനെയായിരുന്നു, ഫസ്റ്റ് ലെവൽ ഒരു കാര്യം ഉണ്ടാവും. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഒരു പ്രൈമറി ഇൻഡെക്സോ സെക്കൻഡറി ഇൻഡെക്സോ ക്ലസ്റ്ററിങ് ഇൻഡെക്സോ എന്തുവേണോ ആവാം. അതിന് നമ്മൾ വീണ്ടും വേറൊരു ലെവൽ ക്രിയേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് സെക്കൻഡ് ലെവലായിട്ട് വേറൊരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഇൻഡെക്സ് ടേബിളിനെയാണ് ഫയലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിലെ ഓരോ ഡേറ്റാ ബ്ലോക്കിനും നമ്മൾ ഒരു കീ എന്നുള്ള രീതിയിൽ സ്പാർസ് ഇൻഡെക്സ് ആയിട്ട് സെക്കൻഡ് ലെവൽ ക്രിയേറ്റ് ചെയ്യും. ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ സെക്കൻഡ് ലെവലിൽ മാത്രം വെച്ച് നിർത്തതൊന്നുമില്ല. മൾട്ടി ലെവൽ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഒരു ലെവൽ ഉണ്ടാക്കുന്നത് മാത്രമല്ല, ഈ സെക്കൻഡ് ലെവൽ തന്നെ ഒരുപാട് ബ്ലോക്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സെക്കൻഡ് ലെവലിനെ വെച്ച് തേർഡ് ലെവൽ ചെയ്യും. അതിലും ഒരുപാട് ബ്ലോക്സ് വരുന്നുണ്ടെങ്കിൽ ആ തേർഡ് ലെവലിനെ വെച്ച് ഫോർത്ത് ലെവൽ ചെയ്യും. ഓക്കെ, അങ്ങനെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ലെവൽസ് ഉണ്ടാകാം, 2, 3, 4 ലെവൽസ് ഉണ്ടാകാം ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യും, മൾട്ടി ലെവൽ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ, സപ്പോസ് വി ഹാവ് ആൻ ഓർഡേർഡ് ഫയൽ വിത്ത് 30,000 records and stored on a disk of block size 1024 bytes and records are of fixed size. Unspanned organization. അൺസ്പാൻഡ് എന്നുള്ളത് പറഞ്ഞില്ല എങ്കിലും അൺസ്പാൻഡ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്താൽ മതി. നമുക്കെല്ലാം അൺസ്പാൻഡേ വരത്തുള്ളൂ, സ്പാൻഡ് ആയിട്ടൊന്നും വരത്തില്ല. റെക്കോർഡ് ലെങ്ത് 100 bytes. How many block access if using a primary index files with an ordering key field of file 9 bytes and block pointer size 6 bytes. അതൊരു പ്രൈമറി ഇൻഡെക്സ് ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ആ കീ ഫീൽഡിന് സൈസ് 9 bytes ആണ്. അതായത് കീയുടെ സൈസ്, നമ്മളെ പ്രൈമറി കീയുടെ സൈസ് 9 bytes ആണ്. അതിൽ നമ്മൾ പോയിൻ്ററായിട്ട് ഇൻഡെക്സിന് വേണ്ടി ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ബ്ലോക്ക് പോയിൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോയിൻ്ററിൻ്റെ സൈസ് 6 bytes ആണ്. ഒരു റെക്കോർഡിൻ്റെ സൈസ് 100 ആണ്, ഒരു ബ്ലോക്കിൻ്റെ സൈസ് 1024 ആണ്. അങ്ങനെ എനിക്കൊരു ഫയലിനകത്ത് 30,000 റെക്കോർഡ്സ് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഒരു ബ്ലോക്ക് ആക്സസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു പ്രൈമറി ഫയൽ ഇൻഡെക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് എത്ര സൈസ് എടുക്കും. അപ്പോൾ ലീനിയറിലും ബൈനറിയോ ഏതെങ്കിലും യൂസ് ചെയ്ത് നമ്മളത് പറയണം. നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് റെക്കോർഡ് സൈസ് തന്നിട്ടുണ്ട്, ബ്ലോക്ക് സൈസ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് റെക്കോർഡ്സ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് റെക്കോർഡ്സ് എന്നുള്ളത് സ്മോൾ ലെറ്റർ R ആണ്. അത് ടൈപ്പ് ചെയ്തപ്പോൾ ഓട്ടോ കറക്റ്റായിട്ട് ക്യാപിറ്റൽ ലെറ്റർ R ആയിപ്പോയതാണ്. നമ്പർ ഓഫ് റെക്കോർഡ് സ്മോൾ r = 30,000. ഇതിൽ നിന്നും ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക. ബ്ലോക്കിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ബ്ലോക്കിൽ എത്ര റെക്കോർഡ്സ് ഉണ്ട്. അത് ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല, 1024/100 ചെയ്യുക, 10 റെക്കോർഡ്സ് എന്നുള്ളത് കിട്ടും. ഇനി അങ്ങനെ ഒരു 10 റെക്കോർഡ്സ് വെച്ച് ഒരു ബ്ലോക്കിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ബ്ലോക്സ് വേണം നമ്മളെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ. ടോട്ടൽ നമ്പർ ഓഫ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ 30,000 ആണ്. 30,000/10 ചെയ്യുമ്പോൾ 3,000 ബ്ലോക്സ് എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി ഈ 3,000 ബ്ലോക്സിന് വേണ്ടിയാണ് ഞാൻ പ്രൈമറി ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. പ്രൈമറി ഇൻഡെക്സിൻ്റെ ഒരു ഇൻഡെക്സ് എൻട്രിയുടെ സൈസ് എത്രയാണ്? കീയുടെ സൈസ് 9ഉം പോയിൻ്ററിൻ്റെ സൈസ് 6ഉം. അപ്പോൾ ഒരു ഇൻഡെക്സ് എൻട്രിക്ക് സൈസ് 15 bytes വേണം. 9 + 6 15 bytes വേണം ഒരു ഇൻഡെക്സിൻ്റെ എൻട്രി. അതായത് കീയുടെ വാല്യൂവും പോയിൻ്ററും കൂടെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ എടുക്കുന്നത് 15 bytes ആണ്. ഇത് യൂസ് ചെയ്ത് ഒരു ബ്ലോക്കിനകത്ത് എത്ര ഇൻഡെക്സ് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും, ഇൻഡെക്സ് എൻട്രീസ് നമുക്ക് നടത്താൻ പറ്റുമെന്ന് കണ്ടുപിടിക്കണം. അതാണ് ഇൻഡെക്സ് ബ്ലോക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. BFRI എന്ന് പറയും, ഇൻഡെക്സ് ബ്ലോക്കിംഗ് ഫാക്ടർ. അത് കണ്ടുപിടിക്കുന്നത് ബ്ലോക്കിൻ്റെ സൈസ് ബൈ ഒരു ഇൻഡെക്സ് എൻട്രിയുടെ സൈസ്.
ബ്ലോക്കിൻ്റെ സൈസ് 1024 എന്ന് തന്നിട്ടുണ്ട്. ഇൻഡെക്സിൻ്റെ സൈസ് 9 + 6 15 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ 68 എൻട്രീസ് 68 ഇൻഡെക്സ് എൻട്രീസ് ഒരു ബ്ലോക്കിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ എത്ര ഇൻഡെക്സ് എൻട്രീസ് നമുക്ക് വേണം? 3000 ബ്ലോക്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡെക്സ് ബ്ലോക്സ് എങ്ങനെ കണ്ടുപിടിക്കും? 3000/68. അപ്പോൾ എത്ര ബ്ലോക്സ് വേണം? 45. ഇപ്പം നമ്മൾ ഇതിനകത്ത് ബൈനറി സെർച്ച് യൂസ് ചെയ്താണ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പം ലീനിയർ സെർച്ചും ബൈനറി സെർച്ചും എഴുതിക്കോളൂ, കുഴപ്പമില്ല. ലീനിയർ സെർച്ചിനകത്തെന്ന് പറയുമ്പോൾ എത്ര ഡിസ്ക് ആക്സസ് നമുക്ക് വേണം എന്നുള്ളത് പറയാനായിട്ട്, ഇപ്പോൾ ബൈനറി സെർച്ചിലാണെങ്കിൽ ലോഗ് നമ്പർ ഓഫ് ബ്ലോക്സ് ടു ദ ബേസ് 2 എടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ നമ്പർ ഓഫ് ബ്ലോക്സ് നമുക്ക് വേണ്ടത് എത്രയാണ്? 45 ആണ്. അപ്പോൾ ലോഗ് വാല്യൂ ചെയ്യുമ്പോൾ 6 കിട്ടും, പ്ലസ് 1 കൂടെ വേണം. ഈ 1 എന്താണ്? അതായത് നമ്മൾ ഈ സെർച്ച് ചെയ്യുന്നത് ഏതിലാണ്? ഇൻഡെക്സ് ടേബിളിനകത്താണ്, ഇൻഡെക്സ് ബ്ലോക്കിനകത്താണ് സെർച്ച് ചെയ്യുന്നത്. അവസാനം ഇൻഡെക്സിലെല്ലാം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഒരു പോയിൻ്റർ കിട്ടുന്നത് ഡേറ്റ ബ്ലോക്കിലോട്ടുള്ളൊരു പോയിൻ്റർ കിട്ടും. ആ ബ്ലോക്കിൽ റീഡ് ചെയ്താലേ നമ്മളെ റെക്കോർഡ് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഇൻഡെക്സിൽ സെർച്ച് ചെയ്യുന്ന കാര്യമാണ് ഈ പറയണതല്ല. കാരണം 45 ഇൻഡെക്സ് ബ്ലോക്സ് ഉണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ആ ഇൻഡെക്സ് ബ്ലോക്സിനകത്ത് ആവറേജ് ആക്സസ് 6 വരുന്നു ബൈനറി സെർച്ച് നടത്തിയാൽ. അപ്പോൾ ആ 6 ആവറേജ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ്ട്രാ എത്രയും കൂടെ വേണം? ഒരു ബ്ലോക്കും കൂടെ എക്സ്ട്രാ ആക്സസ് ചെയ്യണം. അതായത് നമ്മുടെ ഡേറ്റ കിടക്കുന്ന ബ്ലോക്കും കൂടെ ആക്സസ് ചെയ്യണം. അങ്ങനെ 7 വരും. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ 7 ആക്സസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ ആണോ? എങ്കിൽ സെക്കൻഡ് വൺ, നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. എംപ്ലോയി, നെയിം, SSN, അഡ്രസ്, ജോബ്, സാലറി, എക്സെട്ര. കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതിൽ SSN ആണ് അണ്ടർലൈൻ ചെയ്തേക്കുന്നത്. SSN ഇസ് എ പ്രൈമറി കീ. Suppose that a record size R is 100 bytes, block size 1024, number of records 30,000. നേരത്തെ ക്വസ്റ്റ്യനിലുള്ളതുപോലെ തന്നെ കാര്യം. പക്ഷേ ഇവിടെ എ സെക്കൻഡറി ഇൻഡെക്സ് ഈസ് ക്രിയേറ്റഡ് ഓൺ ദ ഫീൽഡ് സാൽ. സാലറി ബേസ് ചെയ്താണ് ഒരു സെക്കൻഡറി ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. നോ ഇൻഡയറക്ഷൻ ഈസ് ഡൺ. ഇൻഡയറക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എല്ലാം വേണം. ഫീൽഡ് സൈസ് ഈസ് 4 bytes. സാലറിയുടെ ഫീൽഡ് സൈസ് 4 bytes ആണ്. പോയിൻ്ററിൻ്റെ സൈസ് 6 ആണ്. ഫൈൻഡ് ദ ബ്ലോക്ക് ഫാക്ടർ, നമ്പർ ഓഫ് ഫയൽ ബ്ലോക്സ് റിക്വയർഡ്, ഇൻഡെക്സ് ബ്ലോക്കിംഗ് ഫാക്ടർ, നമ്പർ ഓഫ് ബ്ലോക്സ് റിക്വയർഡ് ഫോർ ഇൻഡെക്സിങ്, ഫൈൻഡ് ആവറേജ് നമ്പർ ഓഫ് ഡിസ്ക് ബ്ലോക്ക് റീഡ് റിക്വയർഡ് വെൻ പെർഫോമിംഗ് ബൈനറി സെർച്ച് ഓൺ ഇൻഡെക്സ്. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ റെക്കോർഡ് സൈസ് എത്രയെന്ന് എഴുതി, ബ്ലോക്ക് സൈസ് എഴുതി, നമ്പർ ഓഫ് റെക്കോർഡ്സ് എഴുതി. ഇത്രയും തന്നിട്ടുണ്ട്. ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചു. ഇപ്പോൾ 1024/100 10 എന്ന് കിട്ടും. നമ്പർ ഓഫ് ഫയൽ ബ്ലോക്സ് വേണ്ടത് 3000 എന്നും കിട്ടും. 30,000/10 ചെയ്യുമ്പോൾ. ഇത്രയും കഴിഞ്ഞ പ്രോബ്ലത്തിലും സെയിം ആയിരുന്നു. ഇനി ഇവിടെ സെക്കൻഡറി ഇൻഡെക്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സെക്കൻഡറി ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സാലറിയെ ബേസ് ചെയ്താണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഡെക്സ് എൻട്രിയുടെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. സാലറിയുടെ സൈസ് 4 bytes പോയിൻ്ററിൻ്റെ 6 ആണ്. അപ്പോൾ ഇവിടെ ഇൻഡെക്സ് എൻട്രിയുടെ സൈസ് 10 ആണ്. അപ്പോൾ ഒരു ബ്ലോക്കിൽ എത്ര ഇൻഡെക്സ് എൻട്രീസ് പറ്റും? ഇൻഡെക്സ് ബ്ലോക്കിംഗ് ഫാക്ടർ എത്രയാണ്? അപ്പോൾ 1024/10 102 എൻട്രീസ് നമുക്ക് പറ്റും. ഓക്കെ, അതായത് ഒരു ബ്ലോക്കിനകത്ത് 102 എൻട്രീസ് പറ്റും. അപ്പോൾ ഇൻഡെക്സ് ബ്ലോക്കിംഗ് ഫാക്ടറായി. ഇത് ഇൻഡയറക്ഷൻ്റെ കാര്യം പറയാനാണ്. നമുക്ക് ഒരു ബ്ലോക്കിൽ 102 എൻട്രീസ് പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ എത്ര എൻട്രീസ് നമുക്ക് വേണം? ഇൻഡയറക്ഷൻ യൂസ് ചെയ്താൽ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് മതി. പക്ഷേ ഇവിടെ ഇൻഡയറക്ഷൻ യൂസ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ എത്ര റെക്കോർഡ്സ് ഉണ്ടോ അത്രയും തന്നെ എൻട്രീസ് വേണം. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും വരുന്നത്? ഇൻഡെക്സ് എൻട്രി സാലറി ക്രിയേറ്റ് ചെയ്യുമ്പോൾ വിത്തൗട്ട് ഇൻഡയറക്ഷൻ ആണെങ്കിൽ 30,000/102 ആണ് എടുക്കേണ്ടത്. ഓക്കെ, എത്ര റെക്കോർഡ്സ് ഉണ്ടോ അത്രയും തന്നെ ആയിരിക്കണം നമ്മളെ കൗണ്ട്. അത്രയും ഇൻഡെക്സ് എൻട്രീസ് വേണമെന്നാണ്. അപ്പോൾ അത് എത്ര ബ്ലോക്സിലായിട്ട് ചെയ്യണം? 102 ചെയ്യുമ്പോൾ 295 ബ്ലോക്സ് ഇൻഡെക്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. നമ്മളിവിടെ 3000 അല്ല, ഓരോ ബ്ലോക്കിന് ഓരോന്നല്ല, 30,000 നമ്പർ ഓഫ് റെക്കോർഡ്സിനാണ് എടുക്കുന്നത്. അത് ഓർത്തോണം. അതാണ് ഈ പറഞ്ഞത്. ഇനി നമ്മൾ ബൈനറി സെർച്ചിന് എത്ര എണ്ണം വേണം? 295 ബ്ലോക്സ് ഉണ്ടെങ്കിൽ ആവറേജ് ആക്സസ് എന്ന് പറയുന്നത് ലോഗ് ബ്രാക്കറ്റ് വിട്ടുപോയി, 295 എന്നുള്ളത് ഇവിടെ ബ്രാക്കറ്റിലാണ്.
ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. +1 ഡാറ്റ ഫയലും കൂടെ ആക്സസ് ചെയ്യുന്ന ഒരു +1 കൂടെ വേണം. അപ്പോൾ ടോട്ടൽ നമുക്ക് 10 ബ്ലോക്ക് ആക്സസ് എന്ന് കിട്ടും ആൻസർ. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് റിലേഷൻ R ഉണ്ട്. ABCD ആണ് അതിനകത്തുള്ള ആട്രിബ്യൂട്ട്സ്. A is the primary key. As in the number of records in the relation 5 lakh. Size of record 200 byte. Size of attribute A 16. Size of pointer 4. Block size 2400 bytes. ഒരു സീക്വൻഷ്യൽ ഓർഗനൈസേഷൻ ആണ്. സീക്വൻഷ്യൽ ഓർഗനൈസേഷൻ ഓൺ A is used. A ബേസ് ചെയ്ത് ഓർഡർ ചെയ്തേക്കുന്നതാണ്. ഒരു സീക്വൻഷ്യലി ഓർഡർ ചെയ്തേക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. A ആണ് പ്രൈമറി കീ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് പ്രൈമറി ഇൻഡെക്സ് ആണെന്ന് അർത്ഥം. പക്ഷേ ഇതിനകത്ത് പറയുന്നത് കമ്പ്യൂട്ട് ദ നമ്പർ ഓഫ് ബ്ലോക്സ് ഓഫ് ദ ഫയൽ. സെക്കൻഡ് വൺ കമ്പ്യൂട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്സ് ഓഫ് സ്റ്റാറ്റിക് മൾട്ടി ലെവൽ ഇൻഡെക്സ് A. മൾട്ടി ലെവൽ ഇൻഡെക്സ് ഓൺ A ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രൈമറി ഇൻഡെക്സ് ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ മൾട്ടി ലെവൽ ഇൻഡെക്സ് ആക്കി അതിനെ മാറ്റണം. അതായത് നമുക്ക് ആക്ച്വലി ഫസ്റ്റ് ലെവലിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് പ്രൈമറി ഇൻഡെക്സ് ആണ്. പക്ഷേ ടോട്ടലി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് മൾട്ടി ലെവൽ ഇൻഡെക്സ് ആണ്. അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ടോട്ടൽ ഇൻഡെക്സിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ മൾട്ടി ലെവൽ ഇൻഡെക്സിൽ എത്ര ബ്ലോക്ക് വേണം അങ്ങനെയൊക്കെയുള്ളതാണ് നമുക്കിവിടെ എഴുതേണ്ടത്. ഒരു ഫസ്റ്റ് ലെവലിൽ എത്ര എന്നുള്ളതല്ല, മൊത്തം എത്ര ബ്ലോക്ക് വേണമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്നിട്ട് വേറൊരു തേർഡ് ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ട് ദ മാക്സിമം നമ്പർ ഓഫ് ബ്ലോക്ക് ആക്സസസ് ഫോർ എ ക്വറി ലൈക്ക് സെലക്ട് സ്റ്റാർ ഫ്രം R വേർ A ഈക്വൽ ടു സംതിങ്. ഇങ്ങനെ ഒരു ക്വറി ഉണ്ടെങ്കിൽ അതിന് എത്ര ബ്ലോക്ക് ആക്സസ് വേണ്ടി വരും? ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. ബൈനറിയും ലീനിയറൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ആവറേജ് എത്ര ആക്സസ് വേണം എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. അത് തന്നെയാണ് ക്വസ്റ്റ്യൻ. ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നേക്കുന്ന കാര്യങ്ങൾ എഴുതാം. റെക്കോർഡ് സൈസ്, ബ്ലോക്ക് സൈസ്, നമ്പർ ഓഫ് റെക്കോർഡ്സ്. അതിൽ നിന്ന് ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചു. ബ്ലോക്കിംഗ് ഫാക്ടർ 2400/200 ചെയ്യുമ്പോൾ 12 കിട്ടും. നമ്പർ ഓഫ് ഫയൽ ബ്ലോക്സ് എന്ന് പറയുന്നത് നമ്മൾ 5 lakh ആണ് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് റെക്കോർഡ്സ്. അതേ ബൈ 12 ചെയ്യുമ്പോൾ 41,667 ബ്ലോക്സ് എന്ന് കിട്ടും. അപ്പോൾ ഈ 41,667 ബ്ലോക്സിന് വേണ്ടി ഒരു പ്രൈമറി ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യണം ആദ്യം. അപ്പോൾ ഇൻഡെക്സിൻ്റെ എയുടെ ഫീൽഡ് സൈസ് എന്ന് പറയുന്നത് 16 ആണ്. പോയിൻ്റർ സൈസ് 4 ആണ്. അപ്പോൾ ഒരു ഇൻഡെക്സ് എൻട്രി എന്ന് പറയുന്നത് 20 bytes ആണെന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ ഇൻഡെക്സ് ബ്ലോക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് 2400/20 120 എൻട്രീസ് പെർ ബ്ലോക്കാണ്. 120 എൻട്രീസ് പെർ ബ്ലോക്കാണെന്ന് നമുക്ക് ഇൻഡെക്സ് ബ്ലോക്കിംഗ് ഫാക്ടർ കിട്ടും. അത് യൂസ് ചെയ്ത് ഒരു പ്രൈമറി ഇൻഡെക്സ് ഫസ്റ്റ് ലെവലിൽ ക്രിയേറ്റ് ചെയ്യാൻ എത്ര ബ്ലോക്ക് വേണമെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഫസ്റ്റ് ലെവലിൽ നമുക്ക് വേണ്ടത് ഓരോ ബ്ലോക്കിനും ഡേറ്റ ബ്ലോക്കിനും ഒരു എൻട്രി പ്രൈമറി ഇൻഡെക്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 41,667 എൻട്രീസ് വേണം. ഒരു ബ്ലോക്കിൽ 120 എൻട്രീസ് ആകുമ്പോൾ മൊത്തം 348 ബ്ലോക്സ് ഉണ്ടെങ്കിലേ നമുക്ക് പ്രൈമറി ഇൻഡെക്സ് ഫസ്റ്റ് ലെവൽ പ്രൈമറി ഇൻഡെക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 348 ബ്ലോക്സ് വരും. ഇനി സെക്കൻഡ് ലെവലിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ ബ്ലോക്കിനും ഓരോന്നായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് ലെവലിൽ എത്ര ബ്ലോക്സ് ഉണ്ട്? 348 ബ്ലോക്സ് ഉണ്ട്. ഒരു ബ്ലോക്കിൽ എത്ര എൻട്രീസ് പറ്റും? 120 എൻട്രീസ് പറ്റും. അപ്പം 348/120 ചെയ്യണം. അപ്പോൾ അങ്ങനെ എത്ര ലെവൽ വരെ നമ്മൾ ചെയ്യണം? എത്ര ലെവൽ വരെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഫസ്റ്റ് ലെവലിൽ കുറേ ബ്ലോക്സ് ആയിട്ട് കിട്ടും, ഇൻഡെക്സ് ബ്ലോക്ക് കിട്ടും. ഇതിനെ നമ്മൾ വീണ്ടും സെക്കൻഡ് ലെവലിൽ വേറെ കുറേ ഇൻഡെക്സ് ബ്ലോക്കുകളാക്കി മാറ്റും, സ്പാർസ് ഇൻഡെക്സ് ബ്ലോക്കുകളാക്കി മാറ്റും. ഇങ്ങനെ സ്പാർസ് ഇൻഡെക്സ് ബ്ലോക്ക് ഓരോ ബ്ലോക്കിനും ഒരു എൻട്രി എന്നുള്ള രീതിയിൽ ബ്ലോക്കായിട്ട് മാറ്റുമ്പോൾ ഇവിടെയും സെക്കൻഡ് ലെവലിലും കുറേ ബ്ലോക്സ് കിട്ടും. അതിനുവേണ്ടി നമ്മൾ തേർഡ് ലെവലിൽ വേറെയും ക്രിയേറ്റ് ചെയ്യും. അതിലും കുറേ ബ്ലോക്സ് ഉണ്ടെങ്കിൽ അതിനും നമ്മൾ കുറേ ഫോർത്ത് ലെവൽ വേറെ ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ വയ്ക്കൊണ്ടിരിക്കും അണ്ടിൽ ഏതുവരെ? അണ്ടിൽ വി റീച്ച്ഡ് എ പൊസിഷൻ വെയർ വി നീഡ് ഓൺലി 1 block ഫോർ ഇൻഡെക്സ് ഫയൽ. അതായത് നമ്മുടെ അവസാനത്തെ ലെവലിൽ എത്തുമ്പോൾ ഒറ്റ ബ്ലോക്കിനകത്ത് ഇപ്പോൾ 120 ഒരു ബ്ലോക്കിനകത്തുള്ള മാക്സിമം എൻട്രി. അപ്പോൾ 120-നകത്തുള്ള എൻട്രി മാത്രമായിട്ട് ചുരുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരൊറ്റ ബ്ലോക്കിൽ മാത്രമായിട്ട് നിൽക്കുന്ന ഒരു ഇൻഡെക്സ് ലെവൽ എത്തുന്നത് വരെ നമ്മൾ അതിൻ്റെ ഓരോ ലെവൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഏറ്റവും ടോപ്പിലുള്ള ഔട്ടർ ലെയറിൽ ഒരൊറ്റ ഇൻഡെക്സ് ബ്ലോക്കേ ഉണ്ടാകത്തുള്ളൂ.
അതുവരെയും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ഫസ്റ്റ് ലെവലിൽ 348 ബ്ലോക്സ് കിട്ടി. അതിനുശേഷം സെക്കൻഡ് ലെവലിൽ ഈ 348 ബ്ലോക്സിന് വേണ്ടി വീണ്ടും സെക്കൻഡ് ലെവൽ ഇൻഡെക്സ് ചെയ്യും. അപ്പോൾ 348/120 പറയുമ്പോൾ 3 ബ്ലോക്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, 3 ബ്ലോക്സ് വഴി സെക്കൻഡ് ലെവൽ കംപ്ലീറ്റ് ചെയ്യും ഇൻഡെക്സിന്. ഇനി ഈ 3 ബ്ലോക്കിന് വേണ്ടി വീണ്ടും ഇൻഡെക്സിങ് ചെയ്യും. അപ്പോൾ ഒരു ബ്ലോക്കിൽ 120 എൻട്രി എന്നുള്ളതിൽ 3/120 ചെയ്യുമ്പോൾ നമുക്ക് 0.something എന്ന് വരും, 1 ബ്ലോക്ക് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻഡെക്സ് മൾട്ടി ലെവൽ ഇൻഡെക്സ് ചെയ്യാനായിട്ട് 3 ലെവൽസ് വേണം. ഫസ്റ്റ് ലെവൽ ഒരു പ്രൈമറി ഇൻഡെക്സ്, പിന്നെ 2 ഒരു മൾട്ടി ലെവൽ ഇൻഡെക്സുകളും വേണം, മൾട്ടി ലെവൽസും വേണം. ഫസ്റ്റ് ലെവലിൽ നമുക്ക് 348 ഇൻഡെക്സ് ബ്ലോക്സ് ഉണ്ടാവും. അതിന് നമ്മൾ 3 ബ്ലോക്സ് ആയിട്ട് സെക്കൻഡ് ലെവലിൽ കുറയ്ക്കും. അതിന് നമ്മൾ 1 ബ്ലോക്കായിട്ട് തേർഡ് ലെവലിൽ കുറയ്ക്കും. അപ്പോൾ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്സ് നമുക്ക് ഇൻഡെക്സിങ്ങിന് വേണ്ടി ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്സ് എന്ന് പറയുന്നത് 348 പ്ലസ് 3 + 1, അതായത് 352 ബ്ലോക്സ് ആർ റിക്വയർഡ് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് എ മൾട്ടി ലെവൽ ഇൻഡെക്സിങ് ഓൺ ആട്രിബ്യൂട്ട് എ. ഓക്കെ, ഫസ്റ്റ് ലെവലിൽ 348, സെക്കൻഡ് ലെവലിൽ 3, തേർഡ് ലെവലിൽ 1. അപ്പോൾ എത്ര മൾട്ടി ലെവൽ ഇൻഡെക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എത്ര ലെവൽസ് വേണമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചിലപ്പം ചോദിക്കാം. ഈ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്സിന് പകരം എത്ര നമ്പർ ഓഫ് ലെവൽസ് വേണ്ടി വന്നു അല്ലെങ്കിൽ വേണം നമുക്കിത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും ചിലപ്പം വരാം. അതുകൊണ്ടാണ് ലാസ്റ്റ് പോയിൻ്റ് നമ്പർ ഓഫ് ലെവൽസ് എന്ന് പറയുന്നത് 3 ആണ്. 3 ലെവൽസ് വെച്ചാണ് നമ്മളിവിടെ മൾട്ടി ലെവൽ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ, നമുക്കൊരു ക്വറി ഉണ്ട്. ആ ക്വറി ആൻസർ ചെയ്യാൻ എത്ര ബ്ലോക്ക് ആക്സസ് വേണം? ഓക്കെ, ഈ മൾട്ടി ലെവൽ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഇനി ഒരു ബൈനറി സെർച്ചിൻ്റെയോ ലീനിയർ സെർച്ചിൻ്റെയോ ഒന്നും കാര്യമില്ല ആക്ച്വലി. എന്തുകൊണ്ടാണ്? നമ്മൾ ഒരു ലെവലിലെ ഒരു ബ്ലോക്ക് മാത്രമേ ആക്സസ് ചെയ്യത്തുള്ളൂ. കാരണം നമുക്കിങ്ങനെ ഒരു ഷേപ്പാണ് വരുന്നത്. അപ്പോൾ എനിക്കൊരു 80 എന്ന് പറയുന്നൊരു ബ്ലോക്ക് ആക്സസ് ചെയ്യണം. അപ്പം ഞാൻ ആദ്യം ഈ ഔട്ടർ ലെവലിലെ ഈ ബ്ലോക്ക് ആക്സസ് ചെയ്യും. ഇതിൽ 80 എന്ന് പറഞ്ഞത് എവിടെയായിരിക്കും വന്നിട്ടുണ്ടാവുക? ഈ 10 എന്ന് പറയുന്ന ബ്ലോക്ക് എവിടെയാണോ പോയിൻ്റ് ചെയ്യുന്നത് അവിടെ നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് കിട്ടും. കാരണം 10 എന്ന് പറയുന്ന ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇൻഡെക്സ് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് എൻട്രി. അടുത്ത് പിന്നെ 410 സ്റ്റാർട്ട് ചെയ്യുന്ന ബ്ലോക്കിലോട്ടാണ് അടുത്ത എൻട്രി. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകും. 410-നേക്കാളും ലെസ്സറാണ് 80, അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. എന്നിട്ട് ഈ ബ്ലോക്ക് റീഡ് ചെയ്യും. ഈ ബ്ലോക്ക് റീഡ് ചെയ്യുമ്പോൾ 80 നോക്കുമ്പോൾ 90-യേക്കാളും കുറവാണ്. അപ്പോൾ 10 പോയിൻ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് തന്നെ വീണ്ടും പോകും. ഈ ബ്ലോക്ക് റീഡ് ചെയ്യും. ഈ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 10, 30, 50, 70. ഓക്കെ, ഇത്രയും ഉണ്ട്. ഈ ബ്ലോക്കിൽ തന്നെയാണ് നമുക്ക് ഏത് വരുന്നത്, 80 വരുന്നതെന്ന് അറിയാം. കാരണം നമ്മളിവിടെ ബ്ലോക്ക് റീഡ് ചെയ്തപ്പോൾ 90 തൊട്ടാണ് അടുത്തതിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ട്. അപ്പോൾ 90-ക്ക് മുകളിലുള്ള എല്ലാം ഇതിനകത്തുണ്ട്. 10 തൊട്ടുള്ളത് ആദ്യത്തേൽ, 30 തൊട്ടുള്ളത് അടുത്തതിൽ, 50 തൊട്ടുള്ളത് അടുത്തതിൽ, 70 തൊട്ടുള്ളത് അടുത്തതിലെന്നുണ്ട്. അപ്പോൾ നമ്മളുടെ 80 കിടക്കുന്നത് ഇവിടെയാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഈ ബ്ലോക്ക് റീഡ് ചെയ്യും. അപ്പോൾ ടോട്ടലി എത്ര ബ്ലോക്ക് റീഡ് ചെയ്തു? 1 ഇൻഡെക്സ്, ഒരു ലെവലിലുള്ള ഒരു ഇൻഡെക്സ് ബ്ലോക്ക്, അടുത്ത ലെവലിലുള്ള ഒരു ഇൻഡെക്സ് ബ്ലോക്ക്, അടുത്ത ലെവലിലുള്ള ഒരു ഇൻഡെക്സ് ബ്ലോക്ക്. അപ്പോൾ ഓരോ ലെവലിലെയും ഒരു ഇൻഡെക്സ് ബ്ലോക്ക് മാത്രമേ റീഡ് ചെയ്യുള്ളൂ. നമുക്കവിടെ ലീനിയർ സെർച്ച് എന്നോ ബൈനറി സെർച്ച് എന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും അല്ല വരുന്നത്. എത്ര ലെവലുണ്ടോ അത്രയും ലെവൽ ഓഫ് ബ്ലോക്സ് മാത്രം ഞാൻ റീഡ് ചെയ്താൽ മതി ഈ ഇൻഡെക്സിൽ നിന്ന്. അതാണ് മൾട്ടി ലെവൽ ഇൻഡെക്സിൻ്റെ ഒരു ഉപയോഗം. അതായത് ഓരോ ലെവലായിട്ട്, നമ്മളിപ്പോൾ 4 ലെവലായിട്ടാണ് ചെയ്തേക്കുന്നതെങ്കിൽ എനിക്കൊരു ഡേറ്റ ഫയൽ റീഡ് ചെയ്യാൻ എത്ര ലെവലുണ്ടെന്ന് നോക്കുക. 4 ലെവലുണ്ടെങ്കിൽ 4 ബ്ലോക്ക് ഇൻഡെക്സ് ബ്ലോക്ക് റീഡ് ചെയ്യണം. ദെൻ 4th വണ്ണായിട്ട് നമ്മൾ ആ ഡേറ്റ ബ്ലോക്ക് റീഡ് ചെയ്യണം. അപ്പോൾ ടോട്ടലി നമ്മളുടെ മൾട്ടി ലെവൽ ഇൻഡെക്സിങ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ആൻസർ പറയുന്നത് ഒരു ക്വറി ആൻസർ ചെയ്യാൻ നമുക്ക് എത്ര ബ്ലോക്ക് ആക്സസ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നമ്പർ ഓഫ് ലെവൽ എത്രയെന്നുള്ളത് നോക്കുക. എത്ര ലെവലാണോ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എടുത്തത്, 3 ആണ്.
+1 ചെയ്യുമ്പോൾ അത്രയും ബ്ലോക്ക് ആക്സസ് വെച്ച് നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഏത് മൾട്ടി ലെവൽ ഇംപ്ലിമെൻറ്റേഷനിലും അത് തന്നെയാണ്. എത്ര ലെവലുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ടോട്ടൽ ബ്ലോക്ക് ആക്സസിൻ്റെ റേറ്റ് അല്ലെങ്കിൽ ആൻസർ. ഓക്കെ, +1 ഡേറ്റ ഫയൽ. ഓക്കെ ആണോ? ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ.